വെൽക്കം ടു IPL ന്യൂസ്. IPL എന്നാൽ എന്നും ബൗളേഴ്സിന്റെ ശവപ്പറമ്പുകളായിരുന്നു. എന്നാൽ ഇന്നലത്തെ മാച്ചിൽ അത് അങ്ങനെയായിരുന്നില്ല. ഇന്നലെ ബാറ്റ്സ്മാൻമാരായിരുന്നു ബൗളേഴ്സിന് മുമ്പിൽ തകർന്നടിഞ്ഞത്. ഇന്നലത്തെ IPL മാച്ചിൽ ഇരു ടീമുകളുടെയും 10 വിക്കറ്റുകൾ നഷ്ടമായി എന്നതും ഒരു പ്രത്യേകതയാണ്. ആവേശകരമായ അന്ത്യത്തിലാണ് മാച്ച് അവസാനിച്ചത്. ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രിയനേഷ് ആര്യയും പ്രഭ് സിമ്രാനും നല്ല തുടക്കമാണ് നൽകിയത്. എല്ലാ IPL മത്സരങ്ങൾ പോലെ ഒരു റൺമല പഞ്ചാബ് തീർക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കളിയുടെ ഗതി മാറാൻ തുടങ്ങിയത് ആദ്യ വിക്കറ്റ് പോയത് തൊട്ടാണ്. ഒന്നിനു പുറകെ ഒന്നായി പഞ്ചാബിന്റെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. 35-ൽ ഒരു വിക്കറ്റ് നഷ്ടമായ പഞ്ചാബ് കളി അവസാനിപ്പിക്കുമ്പോൾ 118-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ശശാങ്ക് സിംഗ് ഒന്ന് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം പഞ്ചാബിന്റെ സ്കോർ 100 കടന്നു. പഞ്ചാബ് ബാറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ കൊൽക്കത്ത ആഘോഷം തുടങ്ങിയിരുന്നു. കാരണം അവർ കളി ജയിക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. ആ വിശ്വാസത്തിന്റെ ആയുസ് പഞ്ചാബ് ബോൾ ചെയ്യുന്നതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ഓവറിൽ തന്നെ കൊൽക്കത്തയ്ക്ക് നരേന് നഷ്ടമായി. അടുത്ത ഓവറിൽ ഡീകോക്കും നഷ്ടപ്പെട്ടു. ക്യാപ്റ്റനായ രഹാനെയും രഘുവൻഷിയും ഒരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തിയെങ്കിലും ചഹൽ തന്റെ വൺ മാൻ ഷോ പുറത്തെടുത്തതോടെ എല്ലാം അവസാനിച്ചു. 62-ൽ മൂന്നാമനായി രഹാനെ പുറത്തായതിനു ശേഷം കൊൽക്കത്തയുടെ വിക്കറ്റുകൾ തുരുതുരാ നഷ്ടപ്പെടുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് കൊൽക്കത്ത മനസ്സിലാക്കുന്നതിന് മുന്നേ 79 റൺസ് എടുക്കുന്നതിനിടയിൽ കൊൽക്കത്തയുടെ 8 വിക്കറ്റുകൾ നഷ്ടമായി. 12 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ എടുത്ത കളിയിലെ താരമായ ചഹൽ 4ാം ഓവർ എറിയാൻ എത്തിയപ്പോൾ റസൽ 2 സിക്സും ഒരു 4 ഉൾപ്പെടെ 16 റൺസാണ് ആ ഓവറിൽ അടിച്ചു കൂട്ടിയത്. കൊൽക്കത്തയെ വിജയതീരത്തിൽ എത്തിക്കും എന്നൊരു നിമിഷം തോന്നിപ്പോയ ഓവർ ആയിരുന്നു അത്. എന്നാൽ അടുത്ത ഓവർ എറിയാൻ വന്ന ചാൻസൺ ചഹലിന് മികച്ച പിന്തുണ നൽകി. റസൽ ആവേശം മതിയാക്കി സമാധാനത്തിൽ ബാറ്റ് വീശാൻ തുടങ്ങി. എന്നാൽ അനാവശ്യ ഷോട്ടിന് മുതിർന്ന് റസൽ തന്റെ വിക്കറ്റ് പഞ്ചാബിന് വിട്ടുകൊടുക്കുകയായിരുന്നു. റസലിന്റെ വിക്കറ്റ് പോകുമ്പോൾ പഞ്ചാബ് ആരാധകരും താരങ്ങളും ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുകയായിരുന്നു. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോർ ഡിഫെൻഡ് ചെയ്ത് വിജയിച്ച ടീമായി ഇന്നലെ പഞ്ചാബ് മാറി. പഞ്ചാബിന്റെ മറ്റൊരു റെക്കോർഡ് എന്തെന്നാൽ IPL-ലെ ഏറ്റവും ഉയർന്ന സ്കോർ ചേസ് ചെയ്ത ടീമും പഞ്ചാബ് തന്നെ എന്നതാണ്. ഈ വർഷം നമ്മൾ കാണുന്ന പഞ്ചാബ് ഇതിനു മുന്നേ കണ്ട സീസണുകളിലെ പോലെയല്ല. അതിനുള്ള കാരണം ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയാണ്, കോച്ചായ റിക്കി പോണ്ടിങ്ങിന്റെ തന്ത്രങ്ങളാണ്. 4 വിക്കറ്റ് നേടിയ ചഹലാണ് ഈ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടുന്നത്. എന്നും IPL എന്ന് പറയുമ്പോൾ വമ്പൻ ടോട്ടലുകളും അതിന്റെ ചേസുമാണ്. എന്നാൽ ഇന്നലത്തെ മാച്ച് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ത്രില്ലിംഗ് അനുഭവമായിരുന്നു. ഇനി ഇന്നത്തെ മത്സരം ഡൽഹിയും രാജസ്ഥാനും തമ്മിലാണ്. ഡൽഹിയിൽ അരങ്ങേറുന്ന മത്സരത്തിന് മുൻതൂക്കം ഡൽഹിക്ക് തന്നെയാണ്. ഡൽഹി തന്റെ കഴിഞ്ഞ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഇന്നത്തെ കളി വിജയിക്കുമോ? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ.